കൂടുതൽ വിവരങ്ങളിലേക്കാണ്. റെഡ് അലർട്ടിന് പിന്നാലെ മൂഴിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. പമ്പയാറിലും കക്കട്ടാറിലും ഒക്കെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. റാന്നി, ആറന്മുള, നേരത്തെ നമ്മൾ അമൽ പങ്കുവച്ച രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇനിയും ഒരുപക്ഷെ ജലനിരപ്പ് ഉയർന്നേക്കാം എന്നതാണ് ഈ ഡാം തുറന്നതിന്റെ മറ്റൊരു ഫലം. ശബരിമല പാതയിൽ അട്ടത്തോടിൽ മണ്ണിടിച്ചിലുണ്ടായി. പാറക്കഷ്ണങ്ങളടക്കം റോഡിലേക്ക് വീണ് കിടക്കുകയാണ്. റാന്നിയിൽ മാമുക്ക് ജംഗ്ഷനിലെ സ്വകാര്യ ആശുപത്രിയിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസവും ഇതേ ആശുപത്രിയിൽ വെള്ളം കയറിയിരുന്നു. 24 മണിക്കൂർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഹോസ്പിറ്റലാണ്. പക്ഷേ നമുക്കിപ്പം പ്രവർത്തിക്കാനായിട്ട് കഴിയുന്നില്ല. ഹോസ്പിറ്റലിനകത്ത് നമ്മുടെ എക്യുപ്മെൻസും നമ്മുടെ ബെഡെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. എന്നാൽ അതെല്ലാം ക്ലീൻ ചെയ്ത് ഫ്യൂമിഗേഷൻ അടക്കം കംപ്ലീറ്റ് ആയിട്ട് ഇന്നലെ നമ്മൾ ഇന്നോട്ട് വർക്ക് ചെയ്യാമെന്ന് ചിന്തിച്ചിരിക്കുന്നതാണ്. പക്ഷേ അത് വീണ്ടും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ആശങ്കാജനകമായ അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിതിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട്. നിതിൻ, ഇപ്പോൾ എവിടെയാണ് നിതിൻ നിൽക്കുന്നത്? അവിടുത്തെ മഴ എങ്ങനെ, ജലനിരപ്പ് ഉയരുന്നുണ്ട്? ഇപ്പോൾ ഈ ഡാം തുറന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അമൽ ആറന്മുളയിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. ആ ഭാഗത്തൊക്കെ ഇനിയും വെള്ളം ഉയരാനുള്ള സാധ്യതയാണോ ഈ അണക്കെട്ട് തുറന്നതോടെ? റാന്നിയിലാണ് ദിവേഷ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് പമ്പയാറിൻ്റെ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം. പമ്പയാറിൽ ജലനിരപ്പ് താഴ്ന്നിട്ടില്ല, എന്നാൽ അധികം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ ലെവലിൽ നിന്ന് അധികം ഉയർന്നിട്ടുമില്ല എന്ന് വേണം പറയാനായിട്ട്. ഇനിയിപ്പോൾ മൂഴിയാർ അണക്കെട്ട് തുറന്നിട്ടുണ്ട്. മൂഴിയാർ അണക്കെട്ട് തുറന്നിരിക്കുന്നത് ഒരു ഷട്ടർ 15 സെൻറ്റിമീറ്റർ മാത്രമാണ് തുറന്നിരിക്കുന്നത്. അതിൽ നിന്നുള്ള ഒഴുക്ക് പമ്പയാറ്റിലേക്കും കക്കട്ടയാറിലേക്കും ഒഴുകിയെത്തുന്ന ജലത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നിലവിൽ പമ്പയാറ്റിൽ വെള്ളമുള്ള സാഹചര്യത്തിലും അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ മണ്ണ് കലർന്ന വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം സാഹചര്യം നിലനിൽക്കുന്നത് കാരണം ഇനിയും ഒരുപക്ഷെ ജലനിരപ്പ് ഉയർന്നേക്കാം എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതിനാൽ തന്നെ തീരദേശത്ത് ഈ പമ്പയാറിൻ്റെയും കക്കട്ടാറിൻ്റെയും തീരത്തുള്ളവരൊക്കെ തന്നെ കൃത്യമായിട്ട് ജാഗ്രത പുലർത്തണം. മാറി താമസിക്കേണ്ടവരൊക്കെ മാറി താമസിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വെള്ളം ഇപ്പോൾ നമ്മൾ രാവിലെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. റാന്നി നഗരത്തിൽ ഉൾപ്പെടെ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ശബരിമലയിലും വനപ്രദേശങ്ങളിലും ഒക്കെ തന്നെ ശക്തമായ മഴയായിരുന്നു.